ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റമദാൻ്റെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യുമോ എന്ന് എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു നോമ്പ് തുറക്കണ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഉണ്ടാക്കി നോക്കുക, എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് അറിയിക്കണം എന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ. ഞാൻ വലിയൊരു ടേസ്റ്റുള്ള സംഭവം അല്ല, അടിപൊളി അങ്ങനെയൊന്നും പറഞ്ഞ് ഫലിപ്പിക്കണമൊന്നുമില്ല. ഒരു ഐറ്റം, അതായത് എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം, ഒന്ന് രണ്ട് ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് റവ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ റവ ഇല്ലാത്ത ഒരു വീടുകളും ഇപ്പം നമ്മുടെ ഈ നോമ്പ് സീസണിൽ ഉണ്ടാവില്ല. എല്ലാ വീടുകളും റവ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് തരിക്കഞ്ഞി ഉണ്ടാക്കാനെങ്കിലും നമ്മൾ റവ കുറച്ചെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഞാൻ ഈ ഒരു പാനിലാണ് കേട്ടോ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൂണിന് ഞാൻ 4 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണോ ടീസ്പൂണാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്പൂണിന് ഞാൻ 4 സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചാൽ മതി. പിന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഒന്ന് ജസ്റ്റ് ചൂടാവുന്ന സമയത്തൊന്ന് ഇളക്കിയാൽ മതി. അടിയിൽ പിടിക്കണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം റവയാണ്, പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഒരുപാട് സമയം അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി തിളച്ചാൽ ഇത് ആയി എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ ആ റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു. എന്നിട്ട് നേരെ ഗ്യാസിലേക്ക് വെച്ചു. ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ചൂടായിട്ടുണ്ട്. ചൂടായപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ എന്താ പറയുക, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതിന് ഒരുപാട് വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പെരുപ്പിച്ച് പറയണമെന്നില്ല. കാരണം ഇതിൽ നമ്മൾ പഴമൊക്കെ ചേർക്കുന്നുണ്ട്, നേന്ത്രപ്പഴം. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അവരൊന്നുകൂടെ ഇഷ്ടമാവും. പിന്നെ അതൊക്കെ എന്താ പറയുക, ഇതിൽ ചേർക്കണതൊക്കെ നമുക്ക് എന്താ പറയുക, അപ്പോൾ പകുതി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പകുതി എടുത്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് പഴമൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച്, പഴത്തിനോട് വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ പകുതി, ഇപ്പോൾ ഞാൻ ഒരു പഴം മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്, അതൊക്കെ പകുതി മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും റവ കുക്കായിട്ടുണ്ട്. തിളച്ചപ്പോൾ തന്നെ അത് കുക്കായി തിക്കായി വന്നു. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടി പോണത് ഈ ഒരു പഴമാണ് കേട്ടോ. ഈ ഒരു പഴം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടണം. അപ്പോൾ അത് ഇങ്ങനെ നടുകൊണ്ട് കീറിയിട്ട് അതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിടാം. അപ്പോൾ അത് കട്ട് ചെയ്തിടുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, നേന്ത്രപ്പഴം എന്തായാലും നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയൊരു പുളിയും മധുരമൊക്കെ ഉണ്ടാവും. മധുരം എല്ലാവർക്കും ഇഷ്ടം. ഈ പുളി എത്രത്തോളം ഇഷ്ടം ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാനും നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ജ്യൂസ് ഇടുന്നതിലോ നേന്ത്രപ്പഴത്തിന് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ എന്നാലും ഇതിൽ ഞാൻ അത്ര ചേർത്തത് മാത്രം കുഴപ്പമില്ല. തണുത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ. അതുകൊണ്ട് ഞാൻ ആ ഒരു പഴം മൊത്തം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പഴം ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ചൂട് കട്ടിക്കുമ്പോഴത്തേക്കും ആ പഴം ഒന്ന് മെൽറ്റായിട്ട് വരും. മെൽറ്റായി മീൻസ് കുക്കായിട്ട് വരും, വെന്ത് വരും. റവ പിന്നെ ഓൾറെഡി വെന്തല്ലോ അങ്ങനെ. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഒന്ന് തണുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തറിയോ, അത് ഓഫ് ചെയ്തിട്ട് പിന്നെ തണുക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ടിട്ട് അങ്ങനെ ഹാളിൽ കൊണ്ടുവച്ചു. അങ്ങനെ കേട്ടോ, ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാൻ. അപ്പോൾ അതിന് ഞാൻ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവച്ചു അങ്ങനെ. അപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് തണുത്ത് വരുന്ന ഒരു സമയം കൊണ്ട് എന്തായാലും ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കുകയാണ്. ഇറക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഹാളിൽ കൊണ്ടുപോയി ഫാൻ ഇട്ട് അവിടെ വെച്ചത് കേട്ടോ. ഒന്നും ഞാൻ കാണിച്ചില്ല, കാരണം നമുക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്താൽ. അല്ലെങ്കിൽ പിന്നെ പതുക്കെ തണുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 5 ഈത്തപ്പഴം ഡേറ്റ്സ് ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക. അത്ര തന്നെ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. കുറേ മുമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട്
ചിലത് നമ്മൾ ഈ ഡേറ്റ്സൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ജ്യൂസോ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി വയ്ക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാദ്യം തന്നെ കൂട്ടത്തിൽ നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അറിഞ്ഞില്ല എന്തെങ്കിലും ചെറിയൊരു തരി ഉണ്ടെങ്കിൽ കടിക്കാനും അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ശരിക്കും ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. അണ്ടിപ്പരിപ്പ് ഒരു 3-4 അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നട്ട്സ് മറ്റേ കടല ഉണ്ടല്ലോ അതാണ് ഇട്ട് അതൊരു കുറച്ചിട്ട് കൊടുത്തു. കടലേൻ്റെ വേറെ ടേസ്റ്റ് ആട്ടോ. ശരിക്കും ടേസ്റ്റ് അണ്ടിപ്പരിപ്പാണ്. അതൊരു 1-2 ഉണ്ടെങ്കിലും ടേസ്റ്റാണ്. പിന്നെ ബദാം ഇവിടെ ഉണ്ടെന്ന് ഞാൻ 2-3 ഇട്ടത് മാത്രം. ഇതൊക്കെ എന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ. നിർബന്ധം ഡേറ്റ്സും വേണം, 2-3 അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ 2 ഏലക്കായ ഇട്ടു കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ ഇതിലേക്ക് റവയും നമ്മുടെ ആ പഴം കൂടിയുള്ള കൂട്ട് തണുത്തിട്ടുണ്ടായിരുന്നു, അതും ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണ്, പാലാണ്. പാല് കാച്ചിയ പാൽ വേണമെങ്കിൽ ചേർക്കാം, കാച്ചാത്തതും ചേർക്കാം. ഞാൻ നമ്മുടെ പാക്കറ്റ് പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ഒഴിച്ചു, ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വീണ്ടും ഇനി നമ്മൾ അതിലേക്ക് ഐസ് ക്യൂബും കൂടെ ചേർക്കുക കേട്ടോ. ഒരു 4 ഐസ് ക്യൂബ് ഫ്രിഡ്ജിലുണ്ടായിരുന്നുള്ളൂ, അത് ചേർത്തു. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി. ഐസ് ക്യൂബ് എത്ര വെച്ചാൽ ചേർക്കുക. പിന്നെ ഇതിപ്പോൾ ഇത്രയും തിക്കിലാണ് ഇരിക്കണേ. ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, വെള്ളം വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു തിക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷെയ്ക്കായിട്ട് അങ്ങനെ കൊടുക്കാമല്ലോ. ഇത്ര തിക്ക് ഇരിക്കട്ടെ വിചാരിച്ചു. അതിൻ്റെക്ക് വേറെ വെള്ളമോ പാലൊന്നും ഞാൻ ചേർക്കണില്ല. ഞാനിത് ഈ ഒരു സമയത്ത് തന്നെ ഒരു ഗ്ലാസ് എടുത്തൊന്ന് കുടിച്ചു കേട്ടോ. കുടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടെ ഫ്രിഡ്ജ് തണുപ്പ് കുറവാണ്. കാരണം ആ ഒരു 4 ഐസ് ക്യൂബ് ഇട്ടിട്ട് ശരിക്കും തണുപ്പായിട്ടില്ല. നല്ലോണം തണുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കിച്ചൻ മോൾ ജസ്റ്റ് വന്നിട്ട് ഒന്നിങ്ങനെ ഒരു സ്പൂൺ ഇങ്ങനെ നാവിൽ വെച്ച് പറഞ്ഞമ്മ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ തണുപ്പിച്ച് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തണുത്തിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു പാത്രത്തിൽ ബൗളിലാക്കിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിച്ചു തരാം, നമ്മളെ വീട്ടിൽ നല്ല ഗാർണിഷിംഗ് ഒക്കെ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജ്യൂസിൻ്റെ ഗ്ലാസ് ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാ ഗ്ലാസ്സിലാണ് കുടിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞാനൊരു ഗ്ലാസ് കുടിച്ചു. ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി തണുക്കണം. തണുത്ത് കഴിഞ്ഞാലാണ് ഏറെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസമെങ്കിലും നോമ്പിന് വൈകുന്നേരത്ത് ഇതുപോലെ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കി നോക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.